Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. റെഡിയായോ എല്ലാവരും? നമ്മളുടെ കുറച്ച് ക്ലാസ്സുകാരെ മാറ്റിയപ്പോ കുറെ പേരില്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ. സ്ട്രെങ്ത് വെയിറ്റ് ചെയ്യണോന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിക്കണേ. അല്ല, ഇനിയുണ്ട് പിള്ളേര് വരാൻ അല്ലേ? നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം? എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്? ഒന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞേ. കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ ഇപ്പൊ, വേഗം പറ. ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തും പറയാം. ആർക്കറിയില്ല ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? HRM എന്നൊക്കെ മനസ്സിലായി. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ എന്താ പറയാ സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏത് ടോപ്പിക്കാണ്, ഏത് എന്താ പറയാ ഹെഡിലാണ് നമ്മൾ ഇപ്പോ ലാസ്റ്റ് പഠിച്ച ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. Yes, how to acquire employees. നമുക്ക് ഒരു ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷനിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഹോസ്പിറ്റൽസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം നമുക്കറിയാം. ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുമ്പോ അതിനകത്ത് ഒരുപാട് എംപ്ലോയീസിന് ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ അവരെയൊക്കെ അക്വയർ ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ, ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എന്താ പറയാ അവരുടെ ഓർഗനൈസേഷനിൽ എവിടെയൊക്കെ വേക്കൻസി ഉണ്ടോ ആ വേക്കൻസി എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക, ആ വേക്കൻസി ഒക്കെ ഫില്ല് ചെയ്യുക അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ്. ഓർഗനൈസേഷന്റെ നീഡ് അനുസരിച്ച്, റിക്വയർമെന്റ് അനുസരിച്ച് അവിടെയൊക്കെ വേക്കൻസീസ് ഫില്ല് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എംപ്ലോയീസിനെ അതിന് വേണ്ടിയിട്ട് അവർക്ക് അക്വയർ ചെയ്യണം. ഏതെല്ലാം രീതിയിൽ എംപ്ലോയീസ് നമുക്ക് അക്വയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ? അപ്പൊ നമ്മളുടെ എന്താ പറയാ അവിടെ ഉള്ള എക്സിസ്റ്റിംഗ് ഡാറ്റയിൽ നിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആയാലും മാനുവൽ ആയിട്ടായാലും ഒരുപാട് പേര് എന്താ പറയാ ഹോസ്പിറ്റൽസിൽ തന്നെയല്ല പല ഓർഗനൈസേഷനിലും, ഇപ്പൊ സ്കൂളുകളിലും ഹോസ്പിറ്റൽസിലും ഒക്കെയാണ് അങ്ങനത്തെ കുറെ എന്താ പറയാ ഡാറ്റാസ് ചിലപ്പോൾ അവൈലബിൾ ആകുക. കൂടുതൽ ഇതിപ്പോ ടീച്ചേഴ്സ് ഒക്കെ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു, അതുപോലെ തന്നെ അവരുടെ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, എല്ലാം ക്വാളിഫൈഡ് ആയി കഴിയുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടീസ് ഒക്കെ വെച്ചിട്ട് അവർ ഏതെങ്കിലുമൊക്കെ സ്കൂളുകളിൽ ബൈ ദ എൻഡ് ഓഫ് ദ അക്കാഡമിക് ഇയർ അല്ലെ, അധ്യയന വർഷത്തിന്റെ അവസാനം ആകുമ്പോഴേക്കും ഇതുപോലെയുള്ള എന്താ പറയാ ആപ്ലിക്കേഷൻസ്, അവരുടെ CVs അടക്കം കരിക്കുലമിക്ക് അടക്കം അവർ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യും, അപ്ലിക്കേഷൻസ് കൊടുക്കും. എന്ന് വെച്ചിട്ട് അവിടെ അന്നേരം എന്താ പറയാ ആളുകളെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. ഇത് ഇനി അവിടെ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടായാൽ നമ്മുടെ ആപ്ലിക്കേഷൻസിന് ഒരു പ്രിഫറൻസ് തരും എന്നുള്ള രീതിയിലാണ് ഇതിനെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്നത്. ലൈക്വൈസ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും ഇതുപോലെ ഇത് ലഭിച്ചിരിക്കുന്ന ഒരുപാട് ഡാറ്റാസ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്താ പറയാ അന്നേരം വേക്കൻസി ഇല്ല എങ്കിൽ കൂടി അവിടെയുള്ള എന്താ പറയാ സമയത്തൊക്കെ ആളുകൾ ഇതുപോലെ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് ആ എക്സിസ്റ്റിംഗ് ഡാറ്റ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാകാം, ബൈ പോസ്റ്റ് വഴി കിട്ടിയതായിരിക്കാം, ഡയറക്ട്ലി ആപ്ലിക്കൻസ് കൊണ്ടുവന്ന് കൊടുത്തതായിരിക്കാം, whatever it may be. അത് എന്താ പറയാ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് ഒന്നും കണ്ടിട്ടൊന്നുമല്ല, പരസ്യമൊന്നും കാണാതെ തന്നെ ഇത്തരം ആപ്ലിക്കേഷൻസ് ലഭ്യമായിട്ടുണ്ടായിരിക്കും. സോ അത് കമ്പ്യൂട്ടറൈസ്ഡ് ഫയലുകളിൽ നിന്ന് ഡാറ്റാബേസിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് ആൻഡ് ദേ ക്യാൻ യൂട്ടിലൈസ് ദാറ്റ് സെയിം ആപ്ലിക്കേഷൻസ്. ആ ആപ്ലിക്കേഷൻസ് അവർക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ റെസ്യൂമേസ് ബയോഡാറ്റാസ് അവർക്ക്
അവരുടെ വേക്കൻസി റൈസ് ചെയ്യും, അതായത് പുതിയതായിട്ടുള്ള വേക്കൻസി വരുമ്പോൾ അത് യൂസേജ് അത് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ വേക്കൻസീസ് വരുമ്പോൾ അവരത് കാറ്റഗറൈസ് ചെയ്ത് ഇങ്ങനെ ഓരോ ഡെസിഗ്നേഷൻ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവ് അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവ് വന്നാൽ ഇന്ന ആളുകളുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ക്യാറ്റഗറി അനുസരിച്ച് ആ സിവിസിനെ അവര് അറേഞ്ച് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ എക്സിസ്റ്റിംഗ് ഡാറ്റയിൽ നിന്ന് പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള റെഫറൻസുകളാണ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിനകത്ത് സ്റ്റാഫുകൾ അവരോടൊക്കെ റെഫർ ചെയ്തിട്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ ഒഴിവുകളൊക്കെ ഉണ്ടെന്ന് അറിയിച്ച് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, വേക്കൻസീസ് ഫിൽ ചെയ്യാനുള്ള ആളുകളെ എംപ്ലോയീസിനെ കണ്ടെത്താൻ സാധിക്കും. അതും ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അറിയിപ്പുകൾ ഇവർക്കൊക്കെ കൊടുത്തിരിക്കണം. ഈ മാനേജ്മെന്റിന്റെ സ്റ്റാഫിനെയൊക്കെ അറിയിക്കണം. സോ ദ വെൽവിഷേഴ്സ് ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റ്. അപ്പൊ അവർക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ അറിയിക്കുന്നു, അല്ലെങ്കിൽ അവർ വഴിയായിട്ട് മറ്റുള്ളവരോട് ഇൻഫോം ചെയ്തിട്ട് അങ്ങനെ ആ ഒരു ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിലെ ഭാഗമാകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അവർക്ക് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. പിന്നെ നോട്ടീസ് ബോർഡ് ഡിസ്പ്ലേ ആണ്. ഹോസ്പിറ്റൽസിലെ ഫ്രണ്ട് ഓഫീസിൽ എന്ത് ചെയ്യാം, നമുക്ക് നോട്ടീസ് ബോർഡിൽ ഇങ്ങനെയുള്ള വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് അവർക്കത് ഡിസ്പ്ലേ ചെയ്യാം. ആൻഡ് അതിൽ നിന്ന് എന്താ പറയാ, അകത്തേക്കും പുറത്തേക്കും ഇഷ്ടംപോലെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. പേഷ്യൻസ് ആയിരിക്കാം, പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആയിട്ടൊക്കെ ആയിരിക്കാം. സോ ദോസ് ഹു ആർ സീയിങ് ദിസ് നോട്ടീസ് ബോർഡ്, ഇതിനകത്ത് നോട്ടീസ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവർക്കും അത് മറ്റുള്ളവരെ അറിയിക്കാം, അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം അല്ലെ ആ വേക്കൻസീസ് എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെയും അവർക്ക് എന്താ പറയാ എംപ്ലോയീസിനെ കണ്ടെത്താം. പിന്നെ CCTV ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു പല ഹോസ്പിറ്റൽസിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ടൊക്കെ CCTVs ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കൂടി ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആകുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്നത്, ഹോസ്പിറ്റലിന്റെ ഡോക്ടേഴ്സിനെ സംബന്ധിക്കുന്നത്, എന്തൊക്കെ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റൽസിൽ ഫംഗ്ഷൻ ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ അവര് എപ്പോഴും കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സർവീസസ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാനൊക്കെ അവിടെ ഹോസ്പിറ്റൽസിൽ CCTVs ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതിലൂടെ തന്നെ അതിന് ഇടയ്ക്ക് ഇന്റർവെൽസിൽ ദേ ക്യാൻ ഓൾസോ ഡിസ്പ്ലേ ദ അഡ്വർടൈസ്മെന്റ് ഓർ ദ നീഡ് ഓഫ് വേക്കൻസീസ് ഫിൽ ചെയ്യാനുള്ള എംപ്ലോയീസിനെ ആവശ്യമുണ്ട്, നീഡ് റിക്വയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതാണ്. CCTVs ഇൻസ്റ്റാൾ ചെയ്താൽ എല്ലാ ഫ്ലോസിലും ഇൻസ്റ്റാൾ ചെയ്താൽ മറ്റൊരു രീതിയിൽ നമുക്ക് എംപ്ലോയീസിനെ അക്വയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത് കാണുന്ന സ്വന്തം ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തില്ല എന്ന് വിചാരിക്കുകയല്ല. ഇത് കാണുന്ന ആളുകൾ പോയിട്ട് എന്ത് ചെയ്യും, അവരുടെ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ്, റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, സോ അവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ഇപ്പൊ എല്ലാവരും കയറിയോ? ഇപ്പൊ 20 പേരായി. 14 പേരിൽ ഞാൻ തുടങ്ങിയത് കേട്ടാ. ആളുകളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ടാണ് ഞാനൊന്ന് റിവൈൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു നിർത്തിയതിൽ നിന്ന്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്രൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ് ആണ്. അതായത് നമ്മുടെ HR ഇൻഡസ്ട്രി, ഹ്യൂമൻ റിസോഴ്സ് ഇൻഡസ്ട്രി ഓൾസോ കളക്റ്റഡ് ഡാറ്റാസ് or CVs from professional consultants. അതായത് ഇപ്പൊ നമ്മളുടെ ഹോസ്പിറ്റൽസിൽ കുറച്ച് ഡാറ്റാസ് ഉണ്ട്, ആപ്ലിക്കേഷൻസിന്റെ ഡാറ്റാസ് ഉണ്ട്, അത് കളക്ട് ചെയ്തു, മറ്റ് മാനേജ്മെന്റും സ്റ്റാഫിനെയൊക്കെ അറിയിച്ചു. അങ്ങനെയും നമ്മൾ ആപ്ലിക്കേഷൻസ് നോക്കി, അവര് വഴിയായിട്ട് കൊണ്ടുവന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ റെഫർ ചെയ്ത് നോക്കി. പക്ഷെ ഇഫ് ദേ ആർ നോട്ട് ഇനഫ് ഓർ സഫീഷ്യന്റ് ഫോർ അവർ എന്താ പറയാ റിക്വയർമെന്റ്സ്, നമ്മളുടെ ആ നിലവിലുള്ള വേക്കൻസിനെ എന്താ പറയാ ഫില്ല് ചെയ്യാൻ പറ്റിയ ഒരു റിക്വയർഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ആപ്ലിക്കൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയില്ലാന്ന് വിചാരിക്കാം. എക്സിസ്റ്റിംഗ് ഡാറ്റ നോക്കി മാനേജ്മെന്റിനെ സ്റ്റാഫിനെ ഒക്കെ അറിയിച്ചു, അവരിൽ നിന്നും റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരേ ആപ്ലിക്കേഷൻസ് കിട്ടി. പക്ഷെ എങ്കിലും ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആഡക്വേറ്റ്, എന്നിട്ട് നമുക്ക് ഈ വേക്കൻസീസ് ഫിൽ ചെയ്യാനുള്ള ആഡക്വേറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ കിട്ടിയില്ല എങ്കിൽ we can also collect CVs from professional consultants. അതായത് ഈ എന്താ പറയാ ജോബ് എന്താ പറയാ ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ, ജോബ് ആസ്പിരൻസ്, അവരുടെ കുറെ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചില എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ടുള്ള കൺസൾട്ടന്റ്മാരുണ്ട്. അപ്പൊ ഓഫീസായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ കുറെ വേക്കൻസി വന്നിട്ടുണ്ട്, അപ്പൊ അവിടേക്ക് ഫിൽ ചെയ്യാൻ പറ്റിയ എംപ്ലോയീസ് അല്ലെങ്കിൽ ആപ്ലിക്കൻസ് നിങ്ങളുടെ ആ ഒരു ഡാറ്റയിലുണ്ടോ, ബയോഡാറ്റാസിലുണ്ടോ എന്ന് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, കൺസൾട്ട് ചെയ്ത്. അത്തരം കൺസൾട്ടിങ് ഏജൻസീസ് ഉണ്ട്.
ഒരുപാടുണ്ട്. പല പല കാര്യങ്ങൾക്കും ഇന്ന് കൺസൾട്ടിങ് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ജോബിന് പോണ്ടി പോകുന്ന ആൾക്കാരില്ലേ, നേരിട്ട് എന്താ പറയാ ജോബ് അന്വേഷിച്ച് പോകുന്നവരെക്കാൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് റെക്കമെൻഡ് ചെയ്ത് പോകുന്നതിനേക്കാൾ മറ്റു രീതിയിൽ ഇന്ന് ഒത്തിരി ആളുകൾ പോകുന്നത് ഏതെങ്കിലും കൺസൾട്ടിങ് ഏജൻസിയുമായിട്ട് എന്ത് ചെയ്യും, കൺസൾട്ട് ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ പോകുന്നത്. നമ്മുടെ കുട്ടികളായിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, കുട്ടികള് ചെറുപ്പക്കാരൊക്കെ ഇല്ല നാട്ടില്. കാരണം എന്താ, അവരുടെ പഠിത്തം അവര് ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തെവിടെയെങ്കിലും ജോലി വാങ്ങിക്കുക. ഇവിടെ നമ്മുടെ നാട്ടിലെ വലിയ പരിഗണന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാലറീസ് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള സാലറി ഒക്കെ കിട്ടാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എങ്ങനെയാ പോകുന്നത്, നമ്മൾ ഡയറക്ട്ലി എല്ലാവരെയും കൊണ്ടുപോകാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇതുപോലുള്ള കൺസൾട്ടിങ് ഏജൻസിയിൽ നമ്മൾ സമീപിക്കും അല്ലെ. എവിടെയൊക്കെ എന്താ പറയാ വേക്കൻസീസ് ഉണ്ട്, ഏത് രീതിയിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെയാണ് ഇവിടെ ഹോസ്പിറ്റൽസിലും ഇഫ് ദേ നീഡ് സം എംപ്ലോയീസ്, അവരുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതെങ്കിലും എംപ്ലോയീസിന് വേണമെങ്കിൽ they can also go to the professional consultants, ഇതുപോലെയുള്ള കൺസൾട്ടിങ് ഏജൻസിനെ സമീപിക്കാം. and also they can acquire the relevant or needed require ചെയ്യുന്ന ബയോഡാറ്റാസ് or CVs can be collected from that particular agencies. അങ്ങനെയുള്ള ഏജൻസിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതും മറ്റൊരു എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്ന രീതിയാണ്. ക്ലിയർ ആയോ, മനസ്സിലായോ എന്താണ്? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണം. ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ 2 സെന്റൻസ് ഒക്കെ ഉള്ളൂ. വേഗം ഒന്ന് വായിച്ചു നോക്ക് പെട്ടെന്ന്. നിങ്ങൾ വായിക്കണം കേട്ടോ, നിങ്ങളുടെ കണ്ണ് ഉപയോഗിച്ച് നിങ്ങൾ വായിക്കാം. അപ്പോഴാണ് ആ വേർഡുകളും സെന്റൻസും ഒക്കെ നമ്മുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുള്ളൂ, മനസ്സിൽ പതിയുകയും ചെയ്യുള്ളൂ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സെന്റൻസ് ഓക്കെ അല്ലേ? സെന്റൻസസ് ഓക്കെ അല്ലേ? മലയാളത്തില് അതിങ്ങനെ വായിച്ച് ഞാൻ അർത്ഥം പറയേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. ചില സെന്റൻസുകൾ നിങ്ങൾക്ക് ചിലപ്പോ ക്ലിയർ ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെത്തേഡ് ആണ് ഇനി മറ്റൊരു എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്ന മറ്റൊരു രീതിയാണ് വാക്ക്-ഇൻ കാൻഡിഡേറ്റ്സ് ആണ്. വാക്ക്-ഇൻ കാൻഡിഡേറ്റ്സ് ആണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ പല ഇൻഡസ്ട്രീസിലൊക്കെ ലേബറേഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ, അതായത് തൊഴിലാളികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, വേക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ they will display it at the front edge of that particular organization. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷന്റെ മുമ്പിലൊക്കെ അവര് അങ്ങനത്തെ വേക്കൻസീസ് ഉണ്ട്, ഇത്ര ഒഴിവുകളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഭയങ്കര അഗ്രസീവ് നേച്ചറുള്ള കാറ്ററിംഗ് മീൻസ് ടു കോപ്പ് അപ്പ് വിത്ത്, അതായത് ഇങ്ങനെ പറയില്ലേ നമ്മള്, എന്താ പറയാ, അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഇന്റർവ്യൂ ചെയ്ത്, അതായത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ എവിടേക്ക് ഒഴിവുണ്ടോ ആ ആവശ്യങ്ങൾക്ക് എന്താ പറയാ ഉതകുന്ന രീതിയിൽ ക്യാപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആവശ്യമുള്ള രീതിയിലുള്ള എന്താ പറയാ ഇന്റർവ്യൂസ് ആണ് നമ്മൾ നടത്തുന്നത്. അത്തരം എംപ്ലോയീസിനെ മാത്രം നമുക്ക് മതി അല്ലെ. ഒരുപാട് ആളുകള് എന്താ പറയാ അവിടെ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കൺസൾട്ടിങ് ഏജൻസീസിന്റെ കയ്യിൽ ഒരുപാട് ബയോഡാറ്റാസ് ഉണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയാണോ ഒഴിവ് ആ ഒരു ഒഴിവിനെ എന്താ പറയാ നമുക്ക് ആ ഒഴിവ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ട ആ റിക്വയർ ചെയ്യുന്ന ആളുകളെ മാത്രം നമുക്ക് അവർക്ക് കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവരുടെ ബയോഡാറ്റ കളക്ട് ചെയ്യുക, അവരെ ഇന്റർവ്യൂവിന് ക്ഷണിക്കുക, അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതാണ് ക്യാപ്ചർ എന്ന് വെച്ചാൽ അതിന് ആവശ്യമായിട്ട് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ മറ്റ് എന്താ പറയാ ഫാക്ടറീസിലും ഇൻഡസ്ട്രീസിലും IT കമ്പനീസിലും ഒക്കെ ഇതുപോലെ ഫ്രണ്ട് പേജിലൊക്കെ അവർ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് പേജിലോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലോ അല്ലെങ്കിൽ ഫ്രണ്ട് എന്താ പറയാ എൻട്രൻസ് പാർക്കിലൊക്കെ ഇതുപോലെയുള്ള എന്താ പറയാ ഒഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ, വേക്കൻസീസ് ഉണ്ടെങ്കിൽ അവരത് ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് ഓൾസോ ആർ മേക്കിംഗ് റെഗുലർ വിസിറ്റ്സ് ടു ദിസ് കമ്പനീസ്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽസിലും ഇതുപോലെ തന്നെ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതുപോലെയുള്ള ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽസിലും പതിവായിട്ട് വന്നു പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ദോസ് ഹു ആർ കമ്മിങ് ഫോർ ദ സെർച്ച് ഓഫ് എ ജോബ് ആൻഡ് ഓൾസോ ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ചേഞ്ചിങ് ദർ ജോബ്. ജോലി ആവശ്യമുള്ളവർ മാത്രമല്ല, ജോലി മാറ്റി പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ റെഗുലറായിട്ട് ഹോസ്പിറ്റൽസിലൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. മറ്റ് ഹോസ്പിറ്റൽസും അതുപോലെ മറ്റ് ഓർഗനൈസേഷൻസും IT കമ്പനീസും മറ്റെല്ലായിടത്തും ഉള്ളതുപോലെ ഹോസ്പിറ്റൽസിലും ഇതുപോലുള്ള വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാണുന്ന ആളുകൾ, വരുന്ന ആളുകളും പോകുന്ന ആളുകളും ഒക്കെ
എന്ത് ചെയ്യുന്നു, ഇതെല്ലാം നമുക്ക് വായിച്ചു നോക്കും. വിച്ച് ആർ അഡ്വർടൈസ്ഡ്, ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ പരസ്യപ്പെടുത്തിയിരിക്കുന്ന ആ വേക്കൻസി അവർക്കും അത് വായിക്കാനിടയാകും. സോ ദ കാൻഡിഡേറ്റ്സ് ഓൾസോ ക്യാൻ ടേക്ക് ഇൻ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളും എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻസ് കൊടുക്കും. അങ്ങനെ ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ വേക്കൻസീസ് വരുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻസിൽ നിന്ന് ദേ ക്യാൻ സോഴ്സ് ഔട്ട് വേക്കൻസീസ്. ആ വേക്കൻസീസ് ഫില്ല് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് അവർക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, തരപ്പിച്ചൊക്കെ എടുത്ത് ആൻഡ് ഓൾസോ അവർക്ക് എന്ത് ചെയ്യാം, മറ്റ് ഈ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ വരും, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിങ്ങിന്റെ ആവശ്യം വരുള്ളൂ. ഇപ്പൊ ഒരു 10 വേക്കൻസി ഉണ്ട്, അതേസമയം ഒരു 10,000 ആപ്ലിക്കേഷൻസ് വന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഹോസ്പിറ്റലിന്റെ നീഡ് അനുസരിച്ച് ആ ആപ്ലിക്കേഷൻസിനെ സോഴ്സ് ചെയ്ത് എടുക്കുമ്പോൾ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവരത് എടുക്കുക. അപ്പൊ കാൻഡിഡേറ്റ്സ് ദോസ് ഹു ആർ അപ്ലൈയിങ്, അതായത് ദോസ് ഹു വാണ്ട് എ ജോബ് വേണ്ടവരും ആൻഡ് ഓൾസോ ദോസ് ഹു വാണ്ട് ടു ചേഞ്ച് ദെയർ ജോബ് ഓൾസോ മേക്ക് സം റെഗുലർ വിസിറ്റ്സ് ടു ദ ഹോസ്പിറ്റൽ ആൻഡ് ഓൾസോ മേക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ആപ്ലിക്കേഷൻസ്. അത്തരം പോസ്റ്റുകളിലേക്ക് അവരവരുടെ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് വാക്ക് ഇൻ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ചെറുപ്പക്കാർ ഒഴിവുണ്ടോ എന്നൊക്കെ നോക്കി മാത്രം അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അഗ്രസീവായി എന്ന് പറഞ്ഞാൽ അത് വേണം, അത്ര അത്യാവശ്യമാണ് എന്നുള്ള, നമ്മൾ അഗ്രസീവ് എന്ന് പറയുന്ന വാക്ക് എന്റെ അർത്ഥം ആക്രമണ സ്വഭാവമുള്ള എന്നൊക്കെയാണ്. ഇവിടെ അതല്ല. ദോസ് ഹു ആർ ബാഡ്ലി ഇൻ നീഡ് ഓഫ് സം ജോബ്, ഒത്തിരി എന്താ പറയാ, ഒരു ജോലി കിട്ടിയേ മതിയാകൂ എന്ന് വിചാരിച്ച് നടക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും റെഗുലർ വിസിറ്റുകൾ ഇങ്ങനെയുള്ള ഫാക്ടറീസിലും IT കമ്പനീസിലും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർ പല സ്ഥലങ്ങളിലും ചെയ്യുന്ന റെഗുലർ വിസിറ്റ്സ് നടത്തുന്നു. അങ്ങനെ വരുമ്പോൾ അവർ ഓൾസോ ഈ അഡ്വർടൈസ്മെന്റ് കാണാനിടയായാൽ they also submit their applications along with their CV. അവരുടെ കരിക്കുലം വിറ്റ് ഉപയോഗിച്ച് അതിന്റെ ഒപ്പം ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നു. സോ ഹോസ്പിറ്റൽസ് ക്യാൻ ഓൾസോ ആഡ് കാൻഡിഡേറ്റ്സ്. ഈ തങ്ങളുടെ കയ്യിലുള്ള നേരത്തെ ഇരിക്കുന്ന ആപ്ലിക്കേഷൻസിനൊപ്പം ഇത്തരം ആപ്ലിക്കേഷൻസ് കൂടി അവരുടെ കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് കൂടി ഒപ്പം എടുത്ത് അവർക്ക് സോഴ്സ് ചെയ്ത് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തെ അടുത്ത പോയിന്റ് ഇന്ന് പഠിച്ചതിൽ രണ്ടാമത്തെ പോയിന്റ് ആണ് ഉദ്ദേശിച്ചത്, വാക്ക് ഇൻ കാൻഡിഡേറ്റ്സ്. ഒന്ന് വായിച്ചു നോക്കിയേ, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിക്കാം. Unlike factories in the industrial areas, IT companies advertise their labor vacancies on the front gate, are more aggressive in nature and make regular visits to the hospital when they search for a job or change in job. ഫാക്ടറികളെ പോലെ അല്ലാതെയും അതുപോലെ എന്താ പറയാ IT കമ്പനീസ് ഒക്കെ പോലെ അല്ലാതെയും ഈ ഹോസ്പിറ്റൽസിൽ ഇതുപോലെയുള്ള ഫ്രണ്ട് ഗേറ്റിലൊക്കെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ those who are in badly in need of some job, വളരെ അത്യാവശ്യമാണ് ജോബ്, അല്ലെങ്കിൽ ഈ ജോബ് വേണ്ട, ഇത് നമുക്ക് പറ്റുന്ന കാര്യമല്ല, എനിക്കൊന്ന് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ജോബ് കൊണ്ട് എനിക്ക് അത്രയധികം ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഇൻകം കിട്ടാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ജോബ് മാറ്റണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള ആൾക്കാർ റെഗുലർ ആയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അവർ ഉപയോഗപ്പെടുത്തും. അങ്ങനെ അവരും അപ്ലൈ ചെയ്യും എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പറഞ്ഞോട്ടെ അടുത്തത്, നെക്സ്റ്റ് പോയിന്റ്, ഏഴാമത്തെ. വായിച്ചു നോക്കിയില്ലേ? വായിച്ചു തീർന്നില്ല തോന്നുന്നു. ആരൊക്കെ ഒന്ന് വായിച്ചു തീരട്ടെ. ഞാൻ അവിടെ എസ് കണ്ടില്ല. ഇപ്പോഴാണ് ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ആൾക്കാരെല്ലാവരും എന്താ പറയാ, സോഷ്യൽ മീഡിയ അധികം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് എന്താ പറയാ, റിസർച്ച് ഓഫ് പ്രൊഫഷണൽസ്, ഒത്തിരി ജോലിക്കാരെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ, വേക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആളുകളെ കണ്ടെത്താനായിട്ടുള്ള മാർഗങ്ങൾ ഇന്ന് പലതുണ്ട്. സോഷ്യൽ മീഡിയ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ഉപയോഗിക്കുന്ന ചില സോഷ്യൽ മീഡിയാസ് നമുക്കറിയാം, ഇത്തരം കാര്യങ്ങൾ പരസ്യം ചെയ്യാനായിട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ ആൻഡ് ലിങ്ക്ഡ് ഇൻ. ലിങ്ക്ഡ് ഇൻ എന്താണെന്ന് അറിയാമോ? ലിങ്ക്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ, ഈ ജോലികളെ കുറിച്ചിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെ ഉണ്ട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും അറിയാനും അത് ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയാ, ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡ് ഇൻ എന്ന് പറയുന്നത്. ജോലിയെ കുറിച്ച് മാത്രമുള്ള ഒരു ആപ്പാണ്, മീൻസ് ഒരു ഇതാണ് കേട്ടോ.
അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ ഒക്കെ പോലെ തന്നെയുള്ള ഒരാളാണ്. പക്ഷെ ഇവിടെ കൂടുതലും എന്താ പറയാ കൂടുതലും കാര്യങ്ങൾ പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇന്ന് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം എന്താ പറയാ പ്ലാറ്റ്ഫോമിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഓൾസോ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റുകൾ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് ബിസിനസ് ഇൻഡസ്ട്രീസ് ഒക്കെ പോലെ തന്നെ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഈ പറയുന്ന ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം മോസ്റ്റ് ഓഫ് ദ ന്യൂ ജനറേഷൻ ആർ ഡിപ്പെൻഡിങ് മോർ ഓൺ ദിസ് സോഷ്യൽ മീഡിയാസ്. ഇന്ന് കൂടുതലും ആളുകൾ എന്താ പറയാ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്ന്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാർ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറയാ ഒരു മാർക്കറ്റിംഗ് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമിലാണ്. ഒരു കച്ചവടം എന്നതുപോലെ ആയി തീർന്നു അല്ലെ. അതെ അതെ, ലിങ്ക്ഡിനും ആയിട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പല കമ്പനീസും ഇന്ന് ആളുകളെ, പ്രൊഫഷണൽസിനെ, എംപ്ലോയീസിനൊക്കെ കണ്ടെത്തുന്നത്. കാരണം അവിടെ they will advertise many job opportunities. ഈ ലിങ്ക്ഡിനില് ഒരുപാട് ജോബ് സാധ്യതകൾ, ഏതൊക്കെ മേഖലകളിലൊക്കെ ജോലി സാധ്യതകളുണ്ട് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ they can use it. അങ്ങനെയുള്ള വളരെ ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ജോബ് ആസ്പിരൻസ് ഉണ്ട്. അവർക്ക് ഇതൊക്കെ ഇങ്ങനെ പോയിട്ട് കണ്ടെത്തി ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സെർച്ച് ചെയ്താൽ ഫൈൻഡ് ഔട്ട്, അവർക്ക് അത് മനസ്സിലാക്കാൻ എവിടെയാണ് ജോലിയുടെ ഒഴിവുള്ളത്, നമ്മളുടെ ക്വാളിഫിക്കേഷൻസിന് ഉതകുന്ന രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടേക്ക് ഉണ്ടെന്നൊക്കെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പൊ ഹോസ്പിറ്റൽസും അതുപോലെയൊക്കെ തന്നെയാണ് ഇന്ന് ഓൾസോ. പക്ഷെ ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റൽസ് അവരുടെ എന്താ പറയാ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ വലിയ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒന്നും കൊടുക്കാറില്ല. ബിക്കോസ് നമുക്കറിയാം വലിയ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനാണ്. ഇന്നൊരു സ്ഥാപനം ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് അറിയിക്കാറുണ്ട്. പക്ഷെ ചില ഹോസ്പിറ്റൽസിൽ ദേ ഹാവ് ദെയർ ഓൺ ഇമേജ് ഓർ ഗുഡ് വിൽ. അവർക്ക് അവരുടേതായ ഒരു ഇമേജ്, ഒരു ഗുഡ് വില്ല് ചിലപ്പേരൊക്കെ ആളുകളുടെ ഇടയിലുണ്ട്. അതിനെ എങ്ങാനും മോശമായി ബാധിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ചില പ്രൊഫഷണൽ ഹോസ്പിറ്റൽസ് ഇങ്ങനെ വലിയ പരസ്യങ്ങളൊന്നും കൊടുക്കാറൊന്നുമില്ല. ആൻഡ് മാർക്കറ്റിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ സെർച്ച് ചെയ്താൽ ഇന്ന് ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതിലൂടെ അന്വേഷിച്ച് നമുക്ക് ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് എംപ്ലോയീസ്, ആളുകളെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട്. ഓൾസോ ഇന്റർനാഷണൽ എൻക്വയറീസും ഒക്കെ നടക്കുന്നുണ്ട് ഇന്ന് ഇന്റർനെറ്റിലൂടെ. ഓക്കെ, ആൻഡ് അവിടെ ഒരു കാര്യം പറയുന്നത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിന്റെ ചാപ്റ്ററിൽ കുറച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കും എന്നാണ് പറയുന്നത്. ഈ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം ഞാൻ പറയാം. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് അവിടെ പഠിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ഭാഗത്ത് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്താന്ന് പറയാം. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അറിയണം. നമ്മൾ ഇന്ന് ആരെയാ ചോദിക്കുക, കുട്ടികളോട് ചോദിച്ചാൽ അവർ അപ്പൊ തന്നെ ഉത്തരം പറയും. ആരോട് ചോദിക്കും? എന്ത് കാര്യം നമ്മൾ അവരോട് ചോദിച്ചാലും വേഗം തന്നെ അവർക്ക് കിട്ടിയില്ല. പെട്ടെന്ന് ഒന്നും ആലോചിക്കാൻ പോലുമില്ല. ഇന്നത്തെ കുട്ടികൾ എന്താ ചെയ്യാന്ന് പറയും, വേഗം തന്നെ അവർ മൊബൈൽ എടുത്ത് ചോദിക്കാം. അതാണ് ഗൂഗിളിനോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് എനി ടേംസ്, എനി തിങ്സ്, എനി സിറ്റുവേഷൻസ്, അപ്പോഴൊക്കെ നമ്മൾ വേഗം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഗൂഗിൾ പോലെയുള്ള ചില കാര്യങ്ങളെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഗൂഗിൾ, യാഹൂ ഇതിലൊക്കെ നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അതും ഒരു മാർക്കറ്റിംഗ് രീതി തന്നെയാണ് എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു തരാനായിട്ട് അവിടെ ഗൂഗിൾ റെഡിയാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് എന്ത് വേണമെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥലം, അതിന് എക്സാമ്പിൾസ് ആണ് യാഹൂ, ഗൂഗിൾ. ഓക്കെ, അപ്പൊ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിന്റെ ഒരു എക്സാമ്പിൾ ആണ് തന്നെ പറഞ്ഞത് നമ്മുടെ ഗൂഗിളും യാഹൂ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്താലും ദേ ക്യാൻ ഫൈൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ആളുകൾക്ക് അവരവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവിടേക്ക് ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഹെൽപ്സ് many job aspirants to find out their job. അവരുടെ ജോലിക്ക് കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ
ഒരുപാടുണ്ട്. അതിന് ചില എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ ട്വിറ്റർ. ഈ വാട്സപ്പിലൊക്കെ ലിങ്ക് ആയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇൻഫോർമേഷൻസ്. അത് പാസ് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ആളുകളിലേക്ക് എത്തി. അങ്ങനെ പിന്നെ ലിങ്ക്ഡ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാത്രം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അവിടെയും നമുക്ക് എന്താ പറയാ ഇതുപോലെയുള്ള വേക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ട്. ചില പ്രൊഫഷണൽ കോളേജ്, അവിടെ ഹോസ്പിറ്റൽസ്, അവിടെ എന്ത് പറയുന്നത്, പ്രൊഫഷണൽ ഹോസ്പിറ്റൽസ് ദേ ഡു നോട്ട് മോസ്റ്റ്ലി എൻഗേജ് ഇൻ സച്ച് പബ്ലിസിറ്റി ഓർ അഡ്വർടൈസ്മെന്റ്. അത്തരം അഡ്വർടൈസ്മെന്റിലേക്ക് അല്ലെങ്കിൽ പബ്ലിസിറ്റിയിലേക്ക് ഒത്തിരി ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഇടപെടാറില്ല. ഒരു എന്താ പറയാ ഒരു ചെറിയ തോതിലൊക്കെ ഉള്ള പരസ്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവരുടെ ഫെസിലിറ്റീസ് എന്താണെന്ന് മാത്രമേ ആളുകളെ അറിയിക്കുന്നുള്ളൂ. വലിയ പരസ്യം പോലെ കൊടുക്കുന്നില്ല. ബിക്കോസ് ഇറ്റ് മേ എഫക്ട് their image, അവരുടെ ഇമേജിനെ ബാധിക്കും, അവരുടെ ബ്രാൻഡ് നെയിമിനെ ബാധിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഓക്കെ, എന്നാൽ അവിടെയൊക്കെ വലിയ വലിയ വേക്കൻസീസ് ഉണ്ടായിരിക്കും. നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണം. അതാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, അവരുടെ ഇമേജ്, അവരുടെ ഗുഡ്വില്ല്, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണം. അവര് നമ്മളെ പരിചയപ്പെടുത്തുകയല്ലാന്ന് അത്തരം പ്രൊഫഷണൽ ഹോസ്പിറ്റൽസ്. അതാണ് ഉദ്ദേശിച്ചേക്കണം അവിടെ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരു പാരഗ്രാഫ് എന്താണ്? സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്, ഹൗ ഇറ്റ് ഹെൽപ്പ് എംപ്ലോയി ഓർ ജോബ് സീക്കേഴ്സ്. ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളെ എത്രത്തോളം സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ന്യൂ ജനറേഷൻ ആളുകളും ഇന്ന് ഈ പറയുന്ന നെറ്റ്വർക്കിലൂടെ, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൂടെ തന്നെയാണ് അവരവരുടെ ജോബ് അന്വേഷിച്ച് കണ്ടെത്തുന്നത് എന്നാണ്. അപ്പൊ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എല്ലാം ചെയ്യാലോ, എല്ലാം പോയി അന്വേഷിച്ച് കൊടുക്കണ്ട. അപ്ലൈ ചെയ്യുന്നതും ഇന്ന് ഓൺലൈനിലൊക്കെ ഉണ്ട്. അത് അവിടെ തൊട്ടടുത്ത പോയിന്റിൽ പറയുന്നുണ്ട്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് വേഗം വായിച്ചു നോക്കുക. ഒന്ന് രണ്ട് ടേംസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഒന്ന് ഡിഫൈൻ ചെയ്ത് തരേണ്ടത് ഞാൻ എഴുതി തരാം. ക്ലാസ് ലാസ്റ്റ് 5 minutes എഴുതി തന്നോളാം. ഇപ്പൊ നിങ്ങൾക്ക് വായിക്കാം. ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണേ. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. മറ്റു ടീച്ചേഴ്സിന്റെ ഒക്കെ ചിലപ്പോൾ ചാപ്റ്റർ 2 ചാപ്റ്റർ ഒക്കെ തീർന്നിട്ടുണ്ടായിരിക്കും. ഇത് കുറച്ച് വലുതുമാണ്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് ചിലപ്പോ ഇപ്പൊ ഡിഗ്രിയിലൊക്കെ മറ്റേ എന്താ പറയാ കൊമേഴ്സ് ഒക്കെ എടുത്തവർക്കാണെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലും മനസ്സിലാകും. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ സയൻസ് ഒക്കെ പഠിച്ച ആളുകൾക്ക് ചിലപ്പോ അത്ര അങ്ങോട്ട് ചിലപ്പോ എന്താ പറയാ ഇതാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം നേരം ഒരേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ആർക്കും. ചിലപ്പോ ചില കാര്യങ്ങൾ ഒന്നല്ലോ ടീച്ചർ വീണ്ടും പറയുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇനി അടുത്ത ഒരു എംപ്ലോയീസിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന മറ്റൊരു രീതിയാണ് ഓൺലൈൻ ജോബ് സൈറ്റ്സ്. അതായത് ഓൺലൈൻ ആണ്. അതായത് നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്താ പറയാ പല രീതികളും ഉണ്ടെങ്കിലും ഇപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ഹാവ് ടു ഫൈൻഡ് ഔട്ട് എംപ്ലോയീസ് ഓർ കാൻഡിഡേറ്റ്സ് ത്രൂ ഓൺലൈൻ ജോബ് സൈറ്റ്സ്. ഈ ഓൺലൈൻ ജോബ് സൈറ്റിൽ കൂടിയൊക്കെ ആൾക്കാരെ കണ്ടെത്തേണ്ട ഒരു ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റിയും നമ്മളുടെ പെട്ടെന്നൊക്കെ ആവശ്യം വരുമ്പോ വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടി വരുമ്പോ പെട്ടെന്ന് ചെയ്യേണ്ടി വരുന്നതൊക്കെ ആണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ഈ പറയുന്ന ഓൺലൈൻ സൈറ്റുകൾ ഓൾസോ യൂസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഹെഡ് കോൺജസ്, അതായത് ഹെഡ് കോൺജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡേഴ്സ് എന്ന് പറയാം നമുക്ക്. ദോസ് ഹു ഹാവ് സം അതോറിറ്റി ടു ഡു സംതിങ് ഓർ ടു ഇൻഫ്ലുവൻസ് സംതിങ്. എന്തെങ്കിലും കാര്യത്തേക്ക് അധികാരത്തോടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ. അതുപോലെ ഷൈൻ, നൗകരി എന്ന് പറയുന്ന ഒരുപാട് ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ഓൺലി ടൈം ആൻഡ് എഫേർട്ട്. അതിനധികം സമയം എടുക്കേണ്ടി വരില്ല. ടൈം കൺസ്യൂമിംഗ് ഒക്കെ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും.
എന്നുവെച്ചാൽ എഫേർട്ട്ലെസ്സുമാണ്, അധികം പണിയൊന്നുമില്ല, ഓൺലൈനാണ് ഈ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പോർട്ടൽസിൽ, ഓൺലൈൻ പോർട്ടൽസ് ആയിട്ടുള്ള നൗകരി, ഷൈൻ എന്നൊക്കെ പറയുന്നത്, naukri.com എന്നൊക്കെ കേട്ടില്ലേ നമ്മള്, ഉണ്ടല്ലോ അല്ലെ? naukri.com ഒക്കെ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ ചെയ്യുന്ന സൈറ്റുകളാണ്. അങ്ങനെയുള്ള ഓൺലൈൻ പോർട്ടൽസിലൂടെ this human resource department also source candidatesനെ അവര് സോഴ്സ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. കാരണം it is taking only less time and also less effort, അധികം എഫേർട്ട് ഇല്ല കണ്ടെത്താനായിട്ട്. അപ്പൊ വേക്കൻസീസ് they will be posted through the sites. ഈ സൈറ്റിൽ കൂടി അവർ എന്ത് ചെയ്യുന്നു, ഇന്ന ഡിപ്പാർട്ട്മെന്റിലൊക്കെ വേക്കൻസി ഉണ്ടെന്ന് ആളുകളെ അറിയിക്കുന്നു. and also the results will be on the as early as possible. അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് എത്രയും പെട്ടെന്നായിരിക്കും, ഓൺലൈൻ അല്ലേ, പെട്ടെന്ന് തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു എണ്ണം അല്ലെങ്കിൽ വളരെ ഹൈ ആയിരിക്കും എന്നാണ് പറയുന്നത്. ബിക്കോസ് എന്താണ് ഇതിന് കാരണം, എവറി ടൈം എപ്പോ നോക്കിയാലും നമ്മുടെ ന്യൂജൻ ആളുകളൊക്കെ എന്താണ് ടോട്ടലി ഇൻവോൾവ്ഡ് ഇൻ ദിസ് ഓൺലൈൻ എന്താ പറയാ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണുകള്, അല്ലെങ്കിൽ എന്താ പറയാ ഐപാഡുകള്, മറ്റു കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടൊക്കെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ എപ്പോഴും അവര് അതിനകത്താണ് എൻഗേജ്ഡ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരെപ്പോഴും ഫുൾ ടൈം അവിടെ ഉണ്ട്, ഓൺലൈനിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇതുപോലുള്ള ജോബ് സീക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് കാണുന്ന മാത്രമല്ല, അപ്പൊ തന്നെ അതുപോലെ അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കും. അത് എന്താ പറയാ, ഇത് റുട്ടീൻ ആയിട്ടുള്ള റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ ഉള്ള വേക്കൻസീസ് ഒക്കെ ഫിൽ ചെയ്യാനായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള സൈറ്റുകൾ, ഇതുപോലെയുള്ള ഓൺലൈൻ സൈറ്റുകളും ഇന്ന് ജോബ് ഓഫർ ചെയ്യാനും അല്ലെങ്കിൽ ജോബിനെ കുറിച്ച് ആളുകളെ അറിയിക്കാനും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ഓർത്താൽ മതി. ആദ്യത്തെ സെന്റൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ സോഴ്സസ് ആപ്ലിക്കൻസ് ഓർ കാൻഡിഡേറ്റ്സ് ത്രൂ ഓൺലൈൻ സൈറ്റ്സ്. ആ ഓൺലൈൻ സൈറ്റുകളുടെ ഒന്നിന്റെ പേരുകളൊക്കെ ഓർത്തിരിക്കുക, നൗകരി, ഷൈന്, ഇതൊക്കെ. ഓക്കെ, ബിക്കോസ് അതെന്താണ് കാരണം, ജനറേഷൻ ന്യൂ ജനറേഷൻ ആളുകളൊക്കെ ടോട്ടലി ഡിപ്പെൻഡന്റ് ആണ് ഇത്തരം ഓൺലൈൻ സൈറ്റുകളുമായിട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ആശ്രയിച്ച് കഴിയുന്നവര് 24 മണിക്കൂറാണെങ്കിൽ 24 മണിക്കൂറും ഇത് തന്നെ നോക്കിയിരിക്കുന്ന ആളുകളും ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അവരുടെ വേക്കൻസീസ് ഒക്കെ ഫിൽ ചെയ്യാൻ അത്ര എളുപ്പം ഓൺലൈൻ സൈറ്റുകൾ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ ഓൺലൈൻ ജോബ് സൈറ്റ്സ്. വായിച്ചു നോക്കാം കേട്ടാ. വായിച്ചോ? ക്ലിയർ ആയോ? യെസ്, then the ലാസ്റ്റ് പോയിന്റ് ആണ്, അവസാനത്തേതാണ് നമ്മളുടെ. ഇനിയും എംപ്ലോയീസിനെ റിക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ പറ്റിയ മറ്റൊരു രീതിയാണ് അഡ്വർടൈസ്മെന്റ്സ്. അഡ്വർടൈസ്മെന്റ് ത്രൂ ഓഡിയോ, വിഷ്വൽ ആൻഡ് ഓൾസോ പ്രിന്റ് മീഡിയ. പല രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുക്കാലോ അല്ലെ, ആളുകളെ അറിയിക്കാനുള്ള പല മാർഗങ്ങളും ഉണ്ട്. പ്രിന്റഡ് ആയിട്ടുള്ള മീഡിയാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിഷ്വൽ ആയിട്ടുള്ള മീഡിയാസ് ഉപയോഗിക്കാം. അങ്ങനെ ആൻഡ് ഓൾസോ ദേ ക്യാൻ ഗെറ്റ് ഓർ കളക്ട് ബയോഡാറ്റാസ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. ഇത്തരം ഈ പറയുന്ന മുകളിൽ ഒത്തിരി പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരു ഓർഗനൈസേഷനിലേക്ക്, ഇവിടെ എസ്പെഷ്യലി നമ്മൾ ഹോസ്പിറ്റൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസിൽ വരുന്ന വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ട കാൻഡിഡേറ്റ്സിനെ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാം? ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. നമ്മൾ മേൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ന രീതികളിലൊക്കെ നമുക്ക് എംപ്ലോയീസിനെ അക്വയർ ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം എടുത്തു എങ്കിലും ഇഫ് ഇറ്റ് ഈസ് ഈവൻ നോട്ട് അഡക്വേറ്റ്, അത്തരം ഈ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടും നമുക്ക് അഡക്വേറ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് എണ്ണം എന്താ പറയാ എംപ്ലോയീസിനെ കിട്ടിയില്ല, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ, വേക്കൻസീസ് ഫില്ല് ചെയ്യാനുള്ള എന്താ പറയാ കിട്ടിയില്ല എങ്കിലും ഇനി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? പരസ്യങ്ങൾ വേറെയും ചെയ്യേണ്ടി വരും അല്ലെ. ഇപ്പൊ ഉദാഹരണം അവർ പറയുന്നുണ്ട്, ഇഫ് യു നീഡ് 10 സ്റ്റാഫ്, ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു 10 ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 19 ആളുകളെങ്കിലും അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് തന്നിരിക്കണം.
അല്ലെ? 10 പേരെയാണ് നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ടത്. ഈ 10 സ്റ്റാഫിനെ വേണമെങ്കിൽ ഒരു ആകെ 10 പേര് മാത്രം ആപ്ലിക്കേഷൻസ് തന്നാലോ? അതിൽ നിന്ന് നമ്മൾ എങ്ങനെ സെലക്ഷൻ നടത്തും? കാരണം നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ റിക്വയർമെന്റ്സിനെ എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും എഫിഷ്യൻസീസും ഒക്കെ ആർക്ക് വേണം? നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാൻഡിഡേറ്റിന് വേണം, അല്ലെ? കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെയാണ് ഓരോ ഓർഗനൈസേഷനും അവരുടെ ജോലിക്കാരായിട്ട് എടുക്കുള്ളൂ. ഏതായാലും ഇത് വന്നതല്ലേ, കാരണം അതിന്റെ ആപ്ലിക്കേഷൻ വാങ്ങിച്ച് അതിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത്രത്തോളം എഫിഷ്യൻസി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസിന്റെ ആ ഡോക്യുമെന്റുകളും അതായത് സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഉണ്ടാവും. സർട്ടിഫിക്കറ്റിന്റെ തൂക്കമോ അല്ലെങ്കിൽ ആളുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ മാത്രമല്ല നമ്മൾ പരിഗണിക്കുക. ദേ ഹാവ് ടു കൺസിഡർ മെനി ഫാക്ടേഴ്സ്. ഒത്തിരി ഘടകങ്ങൾ ഒരു കാൻഡിഡേറ്റിൽ നിന്നും എന്താ പറയാ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ഓർഗനൈസേഷനും അവരുടെ വേക്കൻസി ഫില്ല് ചെയ്യുന്ന സമയത്ത്. അപ്പോ അങ്ങനെ വരുമ്പോ ഒരു 19 ആപ്ലിക്കേഷൻസ് എങ്കിലും എന്ത് ചെയ്യേണ്ടി വരും? മൊത്തത്തിൽ കിട്ടേണ്ടി വരും. ഒരു 10 സ്റ്റാഫിനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദേ ഹാവ് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50 ആപ്ലിക്കേഷൻസ്. അറ്റ്ലീസ്റ്റ് ആണ്, ഏറ്റവും കുറഞ്ഞത് ഒരു 50 ആപ്ലിക്കേഷൻസ് എങ്കിലും കിട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ടു ഷോർട്ട് ലിസ്റ്റ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ അത്രയും കാൻഡിഡേറ്റ്സിന്റെ ബയോഡാറ്റസിൽ നിന്ന് അവരുടെ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കാം. ആൻഡ് ഓൾസോ റെക്വിസിറ്റ് ആയിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് എടുത്ത് അവരെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി, പിന്നെ മറ്റ് എന്താ പറയാ ബേസിക് സാലറി, അതുപോലെ തന്നെ അവരുടെ ടൈം, ജോയിൻ ചെയ്യുന്ന ടൈം, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് സോഴ്സ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. 10 പേരെ മതി, 40 50 പേര് ഇവിടെ ആപ്ലിക്കേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഈ പറയുന്ന എക്സ്പീരിയൻസും സാലറിയും അവരുടെ ജോയിനിങ് ടൈമും മറ്റു ഒത്തിരി ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്തരം ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് ദേ ക്യാൻ മേക്ക് ദ റിക്രൂട്ട്മെന്റ്. അതിനുശേഷമാണ് അവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതേസമയം ഈ പറയുന്ന രീതിയിൽ നമ്മൾ 10 ആളുകളെ വേണം, എന്നാൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വന്നില്ല, നമ്പർ ഓഫ് വേക്കൻസീസ് വാസ് വെരി ലെസ് എന്ന് വിചാരിക്കുക, കുറവായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഈ പറയുന്ന ഉള്ളതിൽ നിന്ന് എടുക്കൂ എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? നമുക്കൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വരും, പരസ്യം കൂടി കൊടുക്കേണ്ടി വരും. ഇത്രയും ആപ്ലിക്കേഷൻസ് അല്ലേ വന്നുള്ളൂ, 10 പേരെ റിക്രൂട്ട് ചെയ്യണം, 15 ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളൂ. അത് വളരെ കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അഡ്വർടൈസ്, അത് പരസ്യമായിട്ട് കൊടുക്കേണ്ടി വരും. അതർവൈസ് അല്ല, ഇഷ്ടംപോലെ വന്നു, നമ്മൾ ഉദ്ദേശിച്ചതിൽ അപ്പുറം 50 അല്ല 10, 60, 70, 80 എണ്ണം ഒക്കെ നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുക്കും. there is no need of such advertisement. അങ്ങനെ വരുമ്പോൾ എന്ത് വേണ്ട? നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പരസ്യങ്ങളുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ പരസ്യത്തിലൂടെയും they can acquire the എംപ്ലോയീസിനെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണമെന്നാ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഓഫർ ചെയ്യുന്ന ആ വേക്കൻസീസിന്റെ എണ്ണവും അതുപോലെ തന്നെ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് തമ്മിലൊരു പ്രത്യേക റേഷ്യോ ഉണ്ട്. മനസ്സിലായി? ആ ഒരു റേഷ്യോ മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവിടുന്ന് ആപ്ലിക്കേഷൻസ് കിട്ടുന്നത്. അത് അവർ പറയുന്നത് ഏകദേശം ഇപ്പൊ ഒരു 10 പേരെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിന്റെ ഒരു 4 times 4 ഇരട്ടി എന്ന് പറയുന്നത്. ഒരു 4 ഇരട്ടി ഏകദേശം ആൾക്കാരെങ്കിലും ആപ്ലിക്കേഷൻസ് തന്നിരിക്കണം. അതേസമയം അത് ഇല്ല എങ്കിൽ they can make some advertisement. ഹോസ്പിറ്റൽസ് ഒരു പരസ്യമാല കൊടുക്കേണ്ടി വരും. അതായത് നമുക്ക് ഇത്ര ആപ്ലിക്കേഷൻസ് വേണം അല്ലെങ്കിൽ ഇത്ര വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് പരസ്യമായിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് അവർ പറയുന്നത്. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? വായിച്ചു നോക്കിയേ, ഇവിടെ വരെയാണ് പറഞ്ഞത് കേട്ടോ. ആ ഒരു പാരഗ്രാഫ് വരെ ഒന്ന് വായിച്ചു നോക്കുന്നത്, ഇവിടെ വരെ. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ.
ചോദിച്ചോ? അടുത്ത ഒരു ചെറിയ പാരഗ്രാഫ് കൂടി, ചെറിയ പാരഗ്രാഫ് എല്ലാം കുറച്ച് വലുതാണ്. ആ ഒരു പാരഗ്രാഫ് കൂടി ഷോർട്ട് ലിസ്റ്റിംഗ് വരെ നമുക്ക് എടുക്കാം. അതൊക്കെ വെറുതെ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വാരി വെച്ചിരിക്കുന്നു. അറിയണം നമ്മൾ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്താ പറയാ ഒരു ഹോസ്പിറ്റൽസോ അതുപോലെ തന്നെ മറ്റു ഓർഗനൈസേഷൻസോ അവരുടെ വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ അതെങ്ങനെ ഫില്ല് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും, അതിനുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു 10 ആൾക്കാരെ വേണമെങ്കിൽ ഒരു 40-50 ആപ്ലിക്കേഷൻ കിട്ടണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന വേക്കൻസിയുടെ ഒരു 4 times 4 ഇരട്ടിയെങ്കിലും ആപ്ലിക്കേഷൻസ് കിട്ടിയിരിക്കണം. 1000 ആളുകളെ വേണം എന്ന് വിചാരിക്കുക, 1000 വേണ്ടോടത്ത് അപ്പൊ അതിന്റെ 4 ഇരട്ടി 4000 ആപ്ലിക്കേഷൻസ് കിട്ടിയിരിക്കണം. അത് ഏതിലായാലും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, സോഴ്സ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷന്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ റിക്വയർമെന്റിന് ആവശ്യമായ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു വെറുതെ ഏതെങ്കിലും എന്താ പറയാ അവരുടെ സർട്ടിഫിക്കറ്റുകളുടെ തൂക്കം നോക്കി അതനുസരിച്ചിട്ടുള്ള ജോലി കൊടുക്കലല്ല. സർട്ടിഫിക്കറ്റുകളെക്കാൾ ഉപരി അവരുടെ എക്സ്പീരിയൻസിനും അവര് ആവശ്യപ്പെടുന്ന സാലറിക്കും. ഇപ്പൊ ചില ആളുകൾക്ക് ജോലിയുണ്ട്, പക്ഷെ അതിനു മുമ്പ് അവര് എന്താണ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന സാലറി ചിലരൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അല്ലെ. ചില ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവർ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എന്താണെന്ന് ഇന്റർവ്യൂ പാനൽ അങ്ങോട്ട് ചോദിക്കും. ചില ഓർഗനൈസേഷനിൽ ഇവർ ഇങ്ങോട്ടും ചോദിക്കും അല്ലെ, നമ്മൾക്ക് എത്രയാണ് സാലറി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോയി ഇനി തലവെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ സാലറി ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം മാത്രമല്ല നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള സാലറി നമുക്ക് ഇത്ര എനിക്ക് കിട്ടും എന്ന് ഉദ്ദേശിക്കുന്നവരും ഉണ്ടായിരിക്കുമല്ലോ. ഡിമാൻഡ്സ് തീർച്ചയായിട്ടും നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ കഴിവും എഫിഷ്യൻസിയും ഒക്കെ നമ്മൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ ഓൾസോ ഡിമാൻഡ് അവർ സാലറി. തീർച്ചയായിട്ടും നമ്മളെ തന്നെ സ്വയം താഴ്ത്തേണ്ട ആവശ്യമില്ല, നമ്മളുടെ സാലറി നമുക്ക് ഒരു ഡിമാൻഡ് പോലെ പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതെല്ലാം അത്തരം കാര്യങ്ങൾ ഇത്തരം ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഇനി പറയുന്നു, നമ്മൾ കുറച്ചു നേരമായി പറയുന്നു ജോബ് ആസ്പിരൻസ് എന്നൊക്കെ അല്ലെ. ജോബ് ആസ്പിരൻസ് എന്ന് പറഞ്ഞാൽ ഈ ജോലി ആഗ്രഹിക്കുന്നവര്, മോഹിക്കുന്നവര്, അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരേ നേച്ചറുള്ളവരല്ല അല്ലെ. എന്റെ ആഗ്രഹം, എന്റെ ജോലി എങ്ങനെയുള്ളതായിരിക്കണമെന്ന് എന്റെ ആഗ്രഹമായിട്ടില്ല മറ്റൊരാളുടേത്. എനിക്ക് വളരെ അത്യാവശ്യമാണ് എന്റെ ജോലി എന്ന് ആഗ്രഹിച്ച് ചെല്ലുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്യുന്നവരുണ്ട്. വെറുതെ ടൈം പാസിന് വേണ്ടി ചെയ്യുന്നവരുണ്ട് ജോലിയൊക്കെ. അപ്പൊ ജോബ് ആസ്പിരൻസ് എന്ന് പറയുന്നത് ഓൾ വിൽ നോട്ട് ഹാവ് സം കോമൺ നേച്ചർ, എന്തെങ്കിലും പൊതുവായ ഒരു സ്വഭാവമുള്ളവരല്ല ഈ പറയുന്ന ജോബ് ആസ്പിരൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആഗ്രഹിക്കുന്നവര് അവർക്ക് ഇങ്ങനെയുള്ള എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ജോലി എന്താ പറയാ പരസ്യങ്ങളോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ അവർക്ക് ജോലി കുറിച്ചുള്ള അറിവ് കിട്ടുമ്പോ ദ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് ചില ആൾക്കാർ എന്ത് ചെയ്ത് നോക്കുന്നു, those who are aggressive, നേരത്തെ പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ those who are urgently in need of some job, അത്രയും വേഗം എനിക്കൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലുള്ള പരസ്യം കാണുമ്പോൾ at that first day itself they will apply to that post. ആ ഒരു പോസ്റ്റിലേക്ക് അവർ ആപ്ലിക്കേഷൻ കൊടുക്കും. ഇല്ലേ? തീർച്ചയല്ലേ, അങ്ങനെയല്ലേ ചെയ്യാം. അവര് ജോലി അന്വേഷിച്ച് വളരെ കഷ്ടപ്പെട്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും മീഡിയാസിലൂടെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളിലൂടെയോ മറ്റേതെങ്കിലും വിധേന ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആള് അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്, ഇവിടെ ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ വേറെ ഒരാളെ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് പരിചയമുള്ള ഒരാള്, അപ്പൊ ആൾക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്ന് വിചാരിക്കുന്ന അപ്പൊ അവരോട് നമ്മൾ ഇത് ജസ്റ്റ് പറയും. അപ്പൊ തന്നെ അങ്ങനെ അത്രയും അത്യാവശ്യമാണ് എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും, പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ എന്റെ കൂടെ പോരും, അല്ലെങ്കിൽ എന്നോട് പറയും ഇങ്ങനെ അറിയിച്ചേക്ക് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ വരാൻ എന്ന് നമ്മളോട് വേണമെങ്കിൽ പറയും അല്ലെ, ക്വാളിഫൈഡ് ആണെങ്കിൽ. അപ്പൊ അവര് ആ ഫസ്റ്റ് എപ്പോഴാണ് ആ ഒരു കാര്യത്തെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് അപ്പൊ തന്നെ അത് വേണ്ടിയിട്ട് ആ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. ഇനി കുറച്ച് ബിസി ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ട് പിന്നെയും കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള some more days, ചിലപ്പോൾ ഒരു couple of days എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരു couple of days means 2 days ഒക്കെ എടുത്തിട്ടായിരിക്കും അതിലേക്ക് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ സീരീസ് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈനിലൊക്കെ അയക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്ര ദിവസം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ആസ്പിരൻസ്, ജോബ് സീക്കേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോബ് ആസ്പിരൻസ് എന്ന് പറയുന്നവരും എല്ലാവരും ഒരേ നേച്ചറുള്ളവരല്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്.
അപ്പൊ ചിലര് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നു, ചിലര് 2 ദിവസം കൂടി കാത്തിരിക്കുന്നു, ചിലത് ഇതിനേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റി ഇനി വേറെ സ്ഥലത്ത് കണ്ടാലോ എന്ന് വിചാരിച്ച് അങ്ങനെയും കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ജോബ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കയ്യിലിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളത് വരുന്നത് വരെ ചില ആളുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ചില വൈകിലും പെട്ടെന്നാകലും ചിലപ്പോൾ ചിലർ ഓൾസോ വെയിറ്റ് ഫോർ 1 വീക്ക്, ഒരു വീക്ക് വരെയൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യും അല്ലെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം ഈ കാൻഡിഡേറ്റ്സ് എല്ലാവർക്കും എന്താ പറയാ അവർക്ക് അവരുടേതായ നേച്ചർ ഉണ്ട്. സോ ആ രീതിയിലായിരിക്കും അവരുടെ ആപ്ലിക്കേഷൻസും അവർ അപ്ലൈ ചെയ്യുന്നതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 10 or 15 days ടു അപ്ലൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റ്. ആൻഡ് ഓൾസോ ആ ഒരു ആപ്ലിക്കേഷൻസ് ലഭിക്കുന്ന ഒരു ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 10-15 ദിവസമൊക്കെ നമ്മൾ കാത്തിക്കേണ്ടി വരും. ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസ് they have to wait for 10 or 15 days എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സമയം അവർക്ക് കൊടുക്കണം എന്ന്, ആ ഒരു ആളുകൾക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇത്ര സമയമെങ്കിലും അവര് മെൻഷൻ ചെയ്യണം. അപ്പൊ ആ അഡ്വർടൈസ്മെന്റിൽ അതുകൂടി ഉൾപ്പെടുത്തണം. 10 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് അങ്ങനെ പറയുമ്പോൾ അവർക്ക് ആ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻസ് റിസീവ്, അവർക്ക് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നു കിട്ടുന്നു എന്നുള്ളതാണ്. നോട്ടീസ് ബോർഡുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ജോബ് സൈറ്റുകളിൽ നിന്നോ പ്രൊഫഷണൽ കൺസൾട്ടൻസ് എങ്ങനെയൊക്കെയാണോ ഈ ഒരു രീതിയിലൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നു ആപ്ലിക്കേഷൻസ് പല രീതിയിൽ കിട്ടുന്നു. ആൻഡ് ഓൾ ദീസ് ആപ്ലിക്കേഷൻസ് ആർ കമ്പൈൽഡ് ടുഗദർ. ഇതെല്ലാം കൂടി എവിടെ നിന്നെല്ലാം കിട്ടിയേക്കുന്നോ അതെല്ലാം കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് ഒരു പ്രത്യേക രീതിയിലൊക്കെ അവരത് അറേഞ്ച് ചെയ്യും. ഈ കമ്പൈലേഷൻ, അതായത് ഈ കൊണ്ടുവന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് വിച്ച് ഈസ് റിസീവ്ഡ് ഫ്രം വേരിയസ് സോഴ്സസ്, പല മാർഗങ്ങളിലൂടെ പല മാധ്യമങ്ങളിലൂടെ അഡ്വർടൈസ്മെന്റ് ചെയ്തതോ വാക്കിൻ എൻട്രി ആയിട്ടോ എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്കിങ് ആയിട്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റാഫ് ഒക്കെ റെഫർ ചെയ്തിട്ടോ എവിടെ നിന്നൊക്കെ കിട്ടിയോ ഓൾ ദീസ് ആപ്ലിക്കേഷൻസ് ആർ കമ്പൈൽഡ് ടുഗദർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഡെസിഗ്നേഷൻസ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒഴിവിലേക്ക് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നേക്കണേന്ന് വെച്ചിട്ട് അതനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു അതിനെ ക്ലാസിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. ആൻഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ ഓർ എക്സിക്യൂട്ടീവ്. ഹ്യൂമൻ റിസോഴ്സ് ഓഫീസറിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവിന്റെ ഒരു ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റി ആണ് എന്ത് ഈ കിട്ടിയ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ തരംതിരിച്ച് അതിന്റെ ഡെസിഗ്നേഷൻസ് അനുസരിച്ച് വെക്കുക എന്നുള്ളത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ക്ലോസ് ചെയ്ത ശേഷം മാത്രമാണ് അഡ്വർടൈസ്മെന്റ് ഒക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഷോർട്ട് ലിസ്റ്റ് ആപ്ലിക്കേഷൻസ്. ഈ ലിസ്റ്റുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. നമ്മളുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് ആകെ എത്ര വേക്കൻസി ഉണ്ട് അതനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് അത്യാവശ്യം വേണ്ടവരെ ക്വാളിഫിക്കേഷൻ മറ്റ് ഒത്തിരി ഘടകങ്ങൾ പറഞ്ഞു ഇതെല്ലാം കൺസിഡർ ചെയ്ത് എന്ത് ചെയ്യേണ്ടത് നമ്മൾ എംപ്ലോയീസിനെ കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അതാണ് എന്താ പറയാ ജോബ് ആസ്പിറൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പാരഗ്രാഫ്. ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നിരുടെ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാനുണ്ട്. ഒന്ന് വാക്കുകൾ ഒന്ന് എന്തായിരുന്നു ലിങ്ക്ഡിൻ എന്താണെന്ന് ഞാൻ എഴുതി തരാം. ഒന്ന് എഴുതി വെച്ച് വായിച്ചിട്ട് എഴുതി വെക്കണുള്ളൂ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ എഴുതാം, അല്ലെങ്കിൽ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് ആ ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ട് നോട്ട് ചെയ്യുന്നു കേട്ടോ. നോട്ട്ബുക്കിലാണ് എഴുതുന്നവര്, അങ്ങനെ എന്തെങ്കിലും എഴുതുന്നവരുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ട് എന്തിനെ കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് അപ്പൊ അത് വായിച്ചു പോകുമ്പോഴേ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ സംശയം വരുമ്പോൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. അതെല്ലാം ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിൽ എഴുതുന്നവരാണെങ്കിൽ അങ്ങനെ എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ അവിടെ ചെയ്താൽ മതി. കഴിഞ്ഞോ?
ഓക്കെ ആണ്. ശരി, ഇന്നൊന്ന് വേഗം എഴുതിക്കോ. ഒന്നാമത്തേതേ ലിങ്ക്ഡ് ഇൻ. ലിങ്ക്ഡ് ഇൻ എന്നൊന്ന് എഴുതാം. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന 7th പോയിന്റിലാണ് കേട്ടോ ലിങ്ക്ഡ് ഇൻ. എഴുതിയിട്ട് ഒന്ന് ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് സൈറ്റ്. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ മതി. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ് SITE എന്ന് പറയുന്ന സൈറ്റ് ആണ് കേട്ടോ. സൈറ്റ് ഫോർ professionals to connect 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 share information and find new job opportunities. എഴുതിയോ? യെസ്. അടുത്തത് നമ്മൾ എഴുതേണ്ടത് സെർച്ച് എൻജിൻ എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. എൻഹാൻസ്മെന്റ് എന്നൊക്കെ ഉണ്ട്. ഏതെങ്കിലും എഴുതിയാൽ മതി. സെർച്ച് എൻജിൻ അത് മാത്രം ആവശ്യമുള്ളൂ നമുക്ക് ഇവിടെ. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ഹെൽപ്പ് പീപ്പിൾ PEOPLE people ആണ്. people search for and find informations. പല കാര്യങ്ങളെ കുറിച്ച് സെർച്ച് ചെയ്യാനും പല ഇൻഫോർമേഷൻസ് കണ്ടെത്താനുള്ള ഒരു എന്താ പറയാ ഒരു സ്ഥലം. അതാണ് ഉദ്ദേശിച്ചത് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ യാഹൂ, ഗൂഗിൾ. ഒന്ന് എഴുതി വെച്ചേക്കാം. എക്സാമ്പിൾ എഴുതി വെച്ചേക്കാം. യാഹൂ, ഗൂഗിൾ. ഓക്കെ. ഓക്കെ, അത്രയും മാത്രമേ എഴുതാനുള്ളൂ, വേറെ ഒന്നുമില്ല. അല്ലേ? യെസ്, ഇത്ര വരെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, ഇപ്പോ നിങ്ങൾ എക്സാം ഒക്കെ എഴുതിയോ എല്ലാവരും? 6th കാലത്ത് ഇപ്പൊ എക്സാം നടക്കുന്നുണ്ട് അല്ലേ? ഒന്ന് മൊഡ്യൂൾ നിങ്ങളുടെ മെയിൻ എക്സാം കഴിഞ്ഞു. എത്ര കഴിഞ്ഞു മെയിൻ എക്സാം? 2 കഴിഞ്ഞു. 2 എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നോ? നല്ലതായിട്ട് തോന്നിയോ? പിന്നെ 2 കൂടിയുണ്ട് അല്ലേ? 5th ആളുകളൊക്കെ ഇല്ലേ ഇവിടെ? 5th ബാച്ചിൽ ഉണ്ടായിരുന്നവര്? ഇനിയാണ് പാടുന്നത്. ശരിയാ. 3rd and 4th മൊഡ്യൂളാണല്ലോ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. 1ഉം 2ഉം വലിയ പ്രശ്നമില്ല. 5th ബാച്ചുകാരാണോ? ട്രീസ, യോയോ പാത്തൂസ് ആണോ? അല്ല, 6th ബാച്ചാണ്. യോയോ പാത്തൂസ് 5th ബാച്ചുകാരാണ്. ഓക്കെ, അനിത 5th ബാച്ചിലാണ്.
ഫിഫ്ത്തുകാരുടെ എല്ലാം കഴിഞ്ഞു, നിങ്ങൾ ഫ്രീ ആയി അല്ലെ? ഇപ്പൊ PG മാത്രമേ ഉള്ളൂ ഇനി. ഓക്കെ, എന്താണ് നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി ഒക്കെ വരുന്നുണ്ടല്ലോ. ആ ടൈം ടേബിൾ ചേഞ്ച് ആക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഇതാകാനായിട്ട്. ഫിഫ്ത്തുകാരും ഉണ്ടല്ലോ എല്ലാവരും. വരുന്നില്ല? ഗ്രാജുവേഷൻ സെറമണി ഇല്ലേ നിങ്ങൾക്ക്? ലോങ് ആയതുകൊണ്ട് വരാൻ പറ്റില്ല. ആ ചിലപ്പോ അങ്ങനെ ആയിരിക്കും, PG കൂടി കിട്ടിയിട്ടായിരിക്കും. അതറിയില്ല നിങ്ങൾക്ക്, അതൊക്കെ അവിടെ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഫിഫ്ത്തുകാര് ആണ് ഉദ്ദേശിച്ചേക്കണം. അവര് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. PG കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് വെറുതെ ചോദിച്ചു മാത്രമേ ഉള്ളൂ. നിങ്ങൾ വരുന്നവർ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ, കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. PG ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കാം. അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ PG കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്ന് എടുത്ത അത്രയും ഭാഗം കുറച്ച് പോയിന്റ് ഒക്കെ എടുക്കണുള്ളൂ. ഇപ്പൊ ഈ പരീക്ഷയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് കേട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ? അതെ, ഫിഫ്ത്തിന്റെ എക്സാം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അവർക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ആയിരുന്നാവോ? ഏകദേശം നമുക്കൊരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തന്നായിരുന്നല്ലോ.